പിള്ളേരുടെ കോമ്പറ്റീഷൻ്റെ രജിസ്ട്രേഷൻ ഡേ. ഇല്ല, നിങ്ങളുമുണ്ട്. മാറി നിൽക്കുന്നു. നെബു അങ്ങനെ അങ്ങ് പോയാലോ? നെബു ഉണ്ട്, വേറെ ഹരിയുണ്ട്, പിന്നെ ശാസ്ത്രോയും കോവിലും അവിടെയുണ്ട്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. വണ്ടിയോടുള്ള സ്നേഹത്തിൽ കരിയില ഇറക്കി കൊടുക്കുന്ന കോച്ച്. തുറന്നില്ലേ, ഓറ പോയി. സോ വാട്ട് ഈസ് അപ്പ് ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് ICN വെന്യൂലേക്കാണ്. ബാംഗ്ലൂർ ICN വെന്യൂലേക്ക്. നമ്മുടെ ടീം പ്രോയുടെ ചുണക്കുട്ടികൾ അവിടെ എന്തിനും തയ്യാറായി ട്രങ്ക് നമ്പറൊക്കെ വാങ്ങി നിൽപ്പുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് അവന്മാരുടെ കാര്യങ്ങളും പിന്നെ സ്റ്റേജ് എങ്ങനെയുണ്ട്, അവിടുത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് കണ്ടറിയാം. ലെറ്റ്സ് ഗോ. So here we are inside the venue and ഇതാണ് എൻ്റെ ഫസ്റ്റ് ടൈം ദൈവനെ നേരിട്ട് കാണുന്നത്, ഇജാസിനെ. അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് നമ്മുടെ ടീംസെല്ലാം നേരത്തെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് അവർ പോയി. ഇത് നമുക്കറിയാവുന്നൊരു അതിന് മാത്രം ആരെയും ഞാൻ കാണുന്നില്ല. ഞാപ്പാടെയുള്ള നമുക്ക് പേഴ്സണലി അറിയാവുന്നതിൽ യദുവും ഇജാസും മാത്രം ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ കേരളത്തിൽ നിന്നുള്ള ഫേമസ് ഇൻഫ്ലുവൻസറായ ഷിഹാസ്, ഫേമസ് ഇൻഫ്ലുവൻസർ നെബു, ഫേമസ് ഇൻഫ്ലുവൻസർ റിഫ്ലെക്സ്. ഇതാണ് സ്റ്റേജ്. ആദ്യം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന രജിസ്ട്രേഷൻ ഏരിയ അവിടെ തന്നെ ആയിരിക്കുന്നത്. അപ്പോൾ ചെറുതായിരിക്കും ഓർത്ത്. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞേ? അല്ലേ, ചെറിയ കോമ്പറ്റീഷൻ തോന്നുന്നു ഇത്ര ഉള്ളെന്നൊക്കെ പറഞ്ഞേ. സംസാരിച്ചാൽ മതി. പിന്നെ ഇത് കണക്റ്റ് ആയെങ്കിലും മേളിൽ പച്ച കത്തുന്ന സാധനം കണ്ടോ? ആശാനെ നമ്മള് ഉടച്ചൊടച്ച് വന്നാണ്ട് ഇവിടെ വരും അല്ലേ? മറ്റേ വിജയുടെ ഡയലോഗില്ലേ, ഒളിച്ചിരുന്ന് വീഡിയോ എടുക്കുന്നു. അവിടെ പയ്യന്മാരെല്ലാം ഓൾറെഡി ടാനിങ്ങിന് അവിടെ ചെന്ന് കഴിഞ്ഞു. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ പ്രമുഖൻ, അതെ, പൂക്കി, പിന്നെ ആദർശ്. പക്ഷെ കൊള്ളാം കേട്ടോ നിങ്ങളുടെ പുതിയ ടൈപ്പ് കണ്ടൻസ്. പിന്നെ ടീമിലുള്ള അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ ടീമിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ആൻഡ് മോസ്റ്റ് പ്രോബ്ലി ഐ എം ടീച്ചിങ് ആദർശ് ഹൗ ടു വ്ലോഗ് ഓൺ ദിസ് വൺ. ആൻഡ് ഇത് കഴിഞ്ഞിട്ടുള്ള മൈക്ക് മാറ്റി പിടിച്ചേക്കാന്നുള്ള ഇപ്പോഴേ ഓർത്ത്. ഇത് കഴിഞ്ഞിട്ടുള്ള വ്ലോഗുകളെല്ലാം മോസ്റ്റ് പ്രോബ്ലി തന്നെ ആദർശ് തന്നെ എനിക്ക് ഷൂട്ട് ചെയ്യുന്നു. നമ്മളങ്ങനെ വെന്യൂലെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വന്നപ്പോൾ തന്നെ കുറച്ച് പേര് പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അവരൊക്കെ അകത്ത് കിട്ടുമ്പോൾ പോയിട്ടുണ്ട്. നമ്മളത് കയറാനായിട്ട് പോവാണ്. അത്യാവശ്യം നേരത്തെ വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് വൈകി പോയി. പക്ഷേ വരാൻ വാ കയറാം നമുക്ക്. ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഒരു വർഷത്തെ പരിചയത്തിന് ശേഷം കണ്ടുമുട്ടുന്നത്. അനന്തു MJ പോസിംഗ് കോച്ചും അകത്തുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പയ്യന്മാരെല്ലാം കണ്ടുപിടിച്ചിട്ട് അമ്മാരുടെ ടാനിങ് ഫസ്റ്റ് കോട്ട് കഴിഞ്ഞ് കാണണം. ലീമ്പോ ഒന്ന് അപ്പോൾ നമുക്ക് അമ്മാരെ കണ്ടുപിടിക്കാം. ലെറ്റ്സ് ഗോ. പിന്നെ വിഷ്ണുവിനെ വിളിച്ച്, എഡുവിനെ വിളിച്ച് നിങ്ങളെല്ലാവരും ടച്ച് ചെയ്യാൻ നോക്കി. പക്ഷെ നിങ്ങൾ പിന്നെ കണ്ടില്ല. ഞാൻ ആക്ച്വലി ഡൽഹിയിലാണ് സെറ്റിൽ. നിങ്ങളൊക്കെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ. സൗത്ത് സൈഡ് ബോയ്സ്. എനിക്ക് 40 വയസ്സായിപ്പോൾ. ഞാൻ ട്രാൻസ്ഫോർമേഷൻ കാറ്റഗറി കളിച്ചു, ഫസ്റ്റ് അടിച്ച്. ഞാൻ കണ്ടായിരുന്നു. ഞങ്ങൾ വന്നവഴിക്ക് ഇത് എന്താണ് ലൈവ് ഉണ്ടാവുന്നത്. നാളെ ഉണ്ട്. മെൻ ഫിസിക് 40+ ആണ്. ഒന്ന് പൊളിപ്പിക്കണം കേട്ടോ. മുംബൈ അറ്റൻഡ് ചെയ്തായിരുന്നു. ഫസ്റ്റ് ടൈമറിൽ 4ാമത് അടിച്ചു. ഇനി ഹൈദരാബാദ് അറ്റൻഡ് ചെയ്യണം.
നിങ്ങളുടെ കൂടെ നിൽക്കണം. നമ്മളെ സൗത്ത് സൈഡാണ് എല്ലാം അടിച്ചു പൊളിക്കണം. ആദർശം ഫോളോ ബാക്ക് ചെയ്തേക്കണം. നമ്മുടെ പിള്ളേർ എത്ര പേരുണ്ട്? നമ്മളൊരു 8 പേരുണ്ട്. 8 പേരുണ്ട്. ആരും ജ്യൂസ് കളിക്കുന്നില്ലല്ലേ? പുള്ളി ഉൾപ്പെടുത്തുള്ളൂ. നോക്കുന്നൊക്കെ നമ്മുടെ പിള്ളേർ ഇവിടെ നിൽപ്പുണ്ട്. ഇന്ത്യയുടെ ഡയമണ്ട് ഫിസിക് ആഷി എല്ലാവരും ഉണ്ട്. ഉമാറ ഷോപ്പ് 2:30 ആൻഡ് എങ്ങനെയുണ്ടാ? അടിപൊളിയല്ലേ? അടിപൊളി നൈസ് ടാനിങ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ടാനിങ്. അടിപൊളി. ഓക്കെ, സമയം ഇപ്പോൾ 2 മണിയായിട്ടുണ്ട്. 2:30 ഉമാറ ഷോ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം കേട്ടോ. ചേട്ടാ, സ്റ്റേജ് എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റേജ് പൊളിയാണ്, ഒരു രക്ഷയല്ല. നമ്മുടെ പയ്യന്മാരോട് പൊളിക്കും സ്റ്റേജിൽ, ഉറപ്പാണ്. എന്തായി? ഒന്നും പോപ്പാവുന്നില്ല. ഒന്നുമില്ല, കുഴപ്പമില്ല. അങ്ങനെ സ്റ്റേജ് സെറ്റാ. ഇവിടെ ഉണ്ടായിരുന്നു. എപ്പോൾ പോയാൽ നിങ്ങൾ വിചാരിക്കണ്ടോ ഗ്യാപ്പിഡ് ചാനൽ ഞാൻ തൽക്കാലത്തേക്ക് ഞാൻ ടേക്ക് ഓവർ ചെയ്തേക്കാണ് ഇപ്പോൾ വീണാൻ. ഇവിടെ നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് വീഡിയോ എടുത്ത് കൊടുക്കുകയാണ് ഗ്യാബി. സോ തൽക്കാലത്തേക്ക് വ്ളോഗ് ഇപ്പോൾ ഞാനാണ് എടുക്കുന്നത്. നമ്മൾ ഇവരെയൊക്കെ കണ്ടുപിടി വെച്ച് അങ്ങനെ ബോഡി ബിൽഡിംഗ് സ്റ്റാർട്ടായിരിക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് ടൈമർ കാറ്റഗറി ഇറങ്ങിയിട്ടുണ്ട്, ഫസ്റ്റ് ടൈമർ കാറ്റഗറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഗ്യാബി ബിസി ആയതുകൊണ്ട് ഇനി തൊട്ട് ബ്ലോഗ് എടുക്കാൻ പോകുന്നത് ആദർശമായിരിക്കും. അതെ, നമ്മുടെ പിള്ളേർക്കൊക്കെ നമ്മൾ നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കണം. സോ വ്ളോഗ് ഒരു സൈഡിൽ, ഫോട്ടോസ് ഒരു സൈഡിൽ. പിന്നെ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ കണ്ടത് വെച്ച് നമ്മുടെ പയ്യന്മാർ എല്ലാവരും പീക്കാണ് പീക്കെന്ന് തന്നെ പറയാം. ഫോട്ടോസും കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ വ്ളോഗിനകത്ത് തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. മോസ്റ്റ്ലി ഈ വ്ളോഗ് പ്യുവർലി വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ഹിയർ അതായിരിക്കും നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഫോട്ടോസും കാര്യങ്ങളും എല്ലാം മെയിൻലി ഞാൻ ചെയ്യുന്നത് അവന്മാർക്ക് വേണ്ടി ഫ്യൂച്ചറിൽ അവന്മാർ യൂസ് ചെയ്യണമല്ലോ. എത്രയും കഷ്ടപ്പെട്ടിട്ട് അതൊക്കെ ചുമ്മാ കളയരുതല്ലോ. അതുകൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കണം. സോ ഹിയർ വി ഹാവ് അനന്തു MJ, പോസി കോച്ച്. പിള്ളേർക്ക് നമ്മുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്, കുറേ ഫോട്ടോസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനിത് വീണ്ടും ആദർശിൻ്റെ കൊടുക്കുന്നു. ബാക്ക് സ്റ്റേജിലോട്ട് ആക്സസ് നമുക്കുണ്ട്. അപ്പം അകത്ത് ടാനിങ് കഴിച്ച് കയറുന്നവരുടെ വാമപ്പല്ല മറ്റേ പമ്പിങ് ഷെഡ്യൂൾ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല. എങ്കിലും റാൻഡായിട്ടുള്ള ക്ലിപ്സുകളും അതുപോലെ അവന്മാർ കയറി പോകുന്നതും ജസ്റ്റ് കുറേ ടീം മൊമെൻറ്റ്സും അതായിരിക്കും നിങ്ങൾ ഈ വ്ളോഗ് കൊണ്ട് മെയിനായിട്ട് എൻജോയ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും. സോ ലെറ്റ് മീ ഹാൻഡ് ദിസ് ഓവർ ടു ആദർശ്. അവിടെ കയറാൻ പോകണല്ലോ, എന്തോന്ന് ചെറിയ പേടിയുണ്ട്, എന്നാലും പക്ഷേ അതിൻ്റെ കോൺഫിഡൻസ് തന്നിട്ടുണ്ട് ഇപ്പം. ഓക്കെ അത് മതി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, എന്തോന്നുണ്ടാ കയറാൻ പോകുന്നല്ലേ? എന്ത് തോന്നുന്നു എനിക്ക് കയറാൻ പോലെ? ഒന്നുമില്ല, നമ്മൾ സ്റ്റേജിൽ കയറും, പറ്റുന്ന പോലെ ചെയ്തു വരും. അത് മതിടാ. മൈരി എനിക്ക് വ്ളോഗ് എടുക്കാൻ അറിയത്തില്ല. ഇതൊക്കെ നമ്മുടെ അത്ലീറ്റ്സ് ആണ്. എടാ ഷെയ്ദേ, എന്ത് തോന്നുന്നു എനിക്ക് കയറാൻ പോലെ? നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് ആ സ്റ്റേജിൽ കാണിക്കാൻ പോവാണ്. അപ്പോൾ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. സ്റ്റേജ് വേടാ, ഒരു രക്ഷയില്ല, സീന. ഇത് തോന്നുന്ന ഫസ്റ്റ് സ്റ്റേജ് മാക്സിമം നല്ലപോലെ ചെയ്യും. പ്രകാരം ചെയ്തതിനൊരു ഹാർഡ് വർക്ക് പേ ഓഫ് എന്നൊക്കെ പറയാലോ, അതുപോലെ. ഇത്രയും നാളത്തെ കഷ്ടപ്പാട് ഇപ്പം നമ്മൾ ആ സ്റ്റേജിൽ കാണിക്കും. എല്ലാവരും കാണുക. ബാഗ് എടുത്തില്ല. നിങ്ങളുടെ കാറ്റഗറി വിളിച്ചായിരുന്നു. ഹിന്ദിയുടെ വിളിച്ചു. അടുത്ത് ഞങ്ങളുടെ നമുക്കിവിടെ വരെ എൻട്രൻസ് ഉള്ളൂ. പമ്പ് ചെയ്യണ്ടേ? ഇവിടം വരെ ഉള്ളൂ. എന്ത് പറയാൻ? എന്താ ഫീൽ ചെയ്യുന്നത്? പേടിയാണോ, എക്സൈറ്റ്മെന്റ് ആണോ? ഫസ്റ്റ് നാഷണൽ ലെവൽ കോമ്പറ്റീഷനാണ്. ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റ് നാഷണൽ ലെവൽ കോമ്പറ്റീഷനാണ്. ടെൻഷനൊന്നുമില്ല, എന്നാലും ഇത് ഒരെണ്ണം പോലെ. ഓക്കെ, ആശ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടീമിൽ മെമ്പറായിട്ടുള്ള ആശീർവാദിൻ്റെ അച്ഛനും അമ്മയും പാലക്കാട് നിന്ന് ബാംഗ്ലൂർ വരെ ഡ്രൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. അതവനെ അറിയത്തില്ല അവർ കാണാൻ വന്നിട്ടുള്ള കാര്യം. സത്യം പറഞ്ഞാൽ സർപ്രൈസായിട്ട് കാണാൻ വന്നേക്കണം. നമുക്ക് ഇപ്പം അവന്മാർ സ്റ്റേജിൽ കയറും. സ്റ്റേജിൽ കയറി കഴിയുമ്പോൾ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നിനക്ക് എന്തോ ഒന്ന് നമ്മുടെ പിള്ളേർ അടിക്കത്തില്ലേ? കത്തിക്കും, സ്റ്റേജ് കത്തിച്ചിട്ട് വെളിയിൽ ഇറങ്ങത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തതാണ് നമ്മുടെ എന്നാണ് തോന്നുന്നത്. നമ്മളിവിടെ വന്നിപ്പുണ്ട്. അവന്മാർ ബാക്ക് സ്റ്റേജ് ഷൈനിങ്ങിന് കയറിയിട്ടുണ്ട്. എന്താണ് എപ്പോഴാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മൾ വെയിറ്റ് ചെയ്യണം അവന്മാരുടെ എൻട്രിക്ക് വേണ്ടി. യദു എല്ലാവരും ഉണ്ട്.
Please guys. Scores are in. It's time for a post. We get you to report for a drug test. Conducting One four steps to the left. All right, there we go. Stop. Just once. All right, here we go. All right, front symmetry. Quarter turn to the right. ഫസ്റ്റ് കിട്ടിയിട്ട് എന്ത് തോന്നുന്നു? എന്ത് തോന്നാൻ, ഫസ്റ്റ് കിട്ടി. എടാ ഉമ്മാരുടെ കോമ്പറ്റീഷൻ കണ്ട് നിനക്ക് എന്താ തോന്നണേ? എല്ലാം കണ്ട് വൻ ഹൈപ്പ് അടിക്കുന്നു. നാളെ പോയി സ്റ്റേജ് കത്തിക്കണം. ഇവനല്ലേ പഠിച്ചത്? ഇവനിപ്പോൾ ഫസ്റ്റ് അടിച്ചത് under-23 ഫസ്റ്റ്. ഇവിടേക്ക് ഒന്നുകൂടെ സ്പ്രേ പോയി. Thank you very much. Like it's hard, drop it like it's hard. Big try to get at you. Park it like it's hard, park it like it's hard, park it like it's hard. Nigga get an attitude. Pop it like it's hard, pop it like it's hard, pop it like it's hard. Got the only one and I'm going to show around and I'm going to best. Alright, we're going to make a few changes to start with. When the pimp's in the crib, mom, drop it like it's hard, drop it like it's hard, drop it like gotta go home. Quarter turn to the right, facing the back. Drop it like it's hard. I'm a gangster, but y'all knew that. The big boss dog, yeah, I had to do that. Alright boys, quarter turn to the right. And quarter turn to the right, facing the front. Alright, boys, I want you to spread out just a little bit. Everyone's spreading out. The judges are looking at every single one of you guys. Front double bicep. And strike. Front lat spread and strike. Number 118, come forward please. And number 121, come forward please.